ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആവോളം അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഏലീഷ രോഗഗ്രസ്തനായി. ഏലീഷ മരിച്ചു. അവനെ അവർ സംസ്കരിക്കുകയും ചെയ്തു. വസന്തകാലത്ത് മൊവാബിയർ കൂട്ടമായി വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയായിരുന്നു. ജനം മരിച്ച ഒരുവനെ സംസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ അക്രമികളുടെ വരവ് കണ്ട് അവർ ആ ജഡം ഏലീഷായുടെ ശവകുടീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ശവം ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ആ ജഡത്തിന് ജീവനുണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ വ്യക്തികളുടെ വാക്കുകൾക്ക് മാത്രമല്ല, അസ്ഥികൾക്ക് പോലും മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധരുടെ വസ്ത്രങ്ങൾ, അവരുടെ വസ്തുക്കളെല്ലാം പുണ്യമായും പൂജ്യമായും കാണേണ്ടതും അവയിലൂടെ നമുക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ സഭ വിശുദ്ധന്മാരുടെ വിശേഷമായ രീതിയിൽ വിശുദ്ധന്മാരെ വണങ്ങുന്നത്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധന്മാരുടെ നിറവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.